നിങ്ങൾ അറിഞ്ഞോ, കട്ടപ്പനയിലെ ഒരു മന്തിക്കടക്കാർ വാങ്ങുന്ന കോഴി 30 കിലോ. എന്നാൽ അവർ ദിവസവും ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കുന്ന ലാഭം 1,90,000-95,000 രൂപ. ഇതിനെക്കുറിച്ച് NIA അന്വേഷിക്കണമെന്നും ദിവസവും ഇങ്ങനെ മന്തിക്കടകൾ പെരുകുമ്പോൾ ഇതിന് പിറകിലുള്ളവരെ ഉദ്യോഗസ്ഥർ എന്തിനാണ് പേടിക്കുന്നത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. എന്നാലും ഈ 30 കിലോ കോഴിന്ന് എങ്ങനെയാണ് 1,90,000-95,000 ഒക്കെ ലാഭം കിട്ടുന്നത്? കണക്കുകൾ കൂട്ടിയിട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ. ഇതെന്താണ് മറിമായം? ഇത് പറഞ്ഞ ആള് ആരാ അറിയോ നിങ്ങൾക്ക്? മുസ്ലിങ്ങൾക്കൊക്കെ 4ഉം 5ഉം പിള്ളേരുണ്ടാകുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പിള്ളേർ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ ആളാണിത്. ഇതിനെക്കുറിച്ച് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഒരു രസകരമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോഴിയിൽ നിന്ന് ലാഭം 1,95,000 രൂപ. എന്റെ ഇലാഹായ റബ്ബേ, ഒരു ഫുൾ മന്തിക്കാണെങ്കിൽ 850 രൂപ മുതൽ 900 വരെ. എങ്ങനെല്ലാം കണക്ക് കൂട്ടി അതങ്ങനെ പഠിച്ച് മാറ്റി കിട്ടും. കണക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഈ 1,95,000 രൂപ ലാഭം കിട്ടുക? ഏത് മന്തിക്കടയാണ്? പുതിയ 5 മന്തിക്കട തുടങ്ങുമ്പം 20 കട മൂട്ടുകയാണ്. എന്നിട്ടും ഈ 1,95,000 രൂപ ലാഭം കിട്ടുന്ന മന്തിക്കട, അത് 30 കോഴി ലാഭം കിട്ടിക്കോട്ടെ. 30 കോഴി നിങ്ങൾക്ക് ചേട്ടനെ മനസ്സിലായിട്ടില്ലല്ലേ? ചേട്ടന്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എന്റെ സുഹൃത്ത് കൂടിയാണ്, പഴയ ഒരു സുവിശേഷ പ്രഭാഷകനാണ്. അതുകൊണ്ടൊന്നും പറയില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇയാൾ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കൊക്കെ 4-5 പിള്ളേരുണ്ടാകുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങേയറ്റം ഉള്ളിന്റെ ഉള്ളിൽ സംഖ്യയില്ലേ, ആ സാധനം ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നൈസായിട്ട് ആ ഇസ്ലാമിക വിരുദ്ധത, മുസ്ലിം വിരോധം ഇങ്ങനെ നൈസായിട്ട് ഒഴുക്കി വിടുന്ന ആളാ. എന്തുകൊണ്ടാണ് അച്ചായൻ ഇത്ര വലിയ ചൊറിച്ചിലും ഈ ഒളിച്ചു കടത്തലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? അച്ചായനൊക്കെ ഒരു കാലഘട്ടത്തിൽ കയ്യാളിക്കൊണ്ടിരുന്ന മേഖലകളിലൊക്കെ ഇപ്പൊ മറ്റു പലരും വരാൻ തുടങ്ങി. ഇപ്പൊ മുസ്ലിം സമൂഹത്തിനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരു കാലത്തിൽ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഇപ്പൊ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ കുട്ടികളൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം ഭൂരിപക്ഷം ഉള്ള ജില്ലകളിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ മേഖലകളിൽ അവർ രംഗത്തേക്ക് വന്നപ്പം അതൊരു പ്രശ്നം. രണ്ടാമത്തെ, കച്ചവട മേഖലകളിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പോഴും കച്ചവടക്കാരാണ്. അവര് 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കടം മേടിച്ചിട്ട് കച്ചവടം ചെയ്യും. അല്ലാതെ ഈ മക്കൾ അയച്ചു കൊടുക്കുന്നെങ്കിൽ ഇട്ടിട്ട് കൂട്ടി നല്ല ആഹാരം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാതെ പച്ചമീൻ മേടിക്കുന്നത് തുടക്കമീൻ മേടിച്ചും ജീവിക്കുന്നവരൊന്നുമല്ല. നല്ല അന്തസ്സായിട്ട് കച്ചവടം ചെയ്ത് ഏത് സമൂഹം, ഇവരുടെ ഉത്സവമാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും അതിന്റെ വാതിൽ ഒരു കടയിട്ടിട്ട് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുക, ആ കിട്ടുന്നതിൽ ഒരു വിഹിതം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഇതൊക്കെയാണ് മുസ്ലിം സമൂഹം. അപ്പൊ എല്ലാ മേഖലകളിലും അങ്ങനെ വിജയം കൈയാളുമ്പം ഇരിക്കപ്പുറതി ഇല്ലാത്തതിന്റെ അസ്വാസ്ഥ്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പച്ചക്ക് പറഞ്ഞ ആളുകൾ വർഗീയവാദിയാണല്ലോ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മെല്ലെ താളത്തിൽ ഓളത്തിൽ മന്തിക്കട NIA എന്നൊക്കെ പറയുന്നത്. ചായോ, ആ പഴയ കൂട്ടുകാരനെ നമുക്കറിയാം. അയാൾ പറഞ്ഞിരുന്നു എന്നോട്, കുറെ ഫോട്ടോസും കുറിപ്പുകളൊക്കെ എഴുതി തന്നു. കൈ വെച്ചോ, പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. വല്ലാതെ പറയാൻ നിന്ന ആ സാധനമൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വിശദീകരിക്കും. അപ്പൊ പിന്നെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏത് മന്തിക്കടയിലാണ് 30 കിലോക്ക് 1,95,000 രൂപ ലാഭം? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നാണം, മാനം, ഉളുപ്പ്, സഭയോട് പറഞ്ഞു ഉളുപ്പ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ പറയാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഈ വൃത്തികേടുകൾക്കപ്പുറം ഇത് കേട്ടിരിക്കുന്ന പ്രബുദ്ധ മനുഷ്യർ മനസ്സിലാക്കത്തില്ല. ഈ 30 കിലോ കോഴി എങ്ങനെയാണ് 1,95,000 രൂപ ലാഭം കിട്ടുക? ഏത് മന്തിക്കടയാണ് 30 കിലോ 5-6 ലക്ഷം ലാഭം കിട്ടുന്ന മന്തിക്കടയുണ്ട്? 30 കിലോ
മന്തിക്ക് 850 രൂപയാണ്. ഈ 30 കിലോ കോഴി, അത് 1 കിലോ കോഴിയാണെങ്കിൽ അതിന്റെ ഒരു കോഴി മേടിച്ചാൽ അത് 4 പീസായിട്ട് മാറ്റിയിട്ടാണ് ഒരു മന്തി കൊടുക്കുക. എങ്ങനെയാണ് ഇങ്ങനെല്ലാം കണക്ക് കൂട്ടിയിട്ടും 1,95,000 ലാഭം കിട്ടുന്നത്? അയ്യേ, വൃത്തികേട് പറയില്ല, നാണക്കേട്.